മുമ്പിൽ കൊണ്ടുവരുന്നില്ല. പിടിക്കപ്പെട്ട മോഷ്ടാക്കളെ പാർട്ടി പോലും തള്ളിപ്പറയുന്നില്ല. പാർട്ടി സംരക്ഷിക്കുന്നു. ഇക്കാര്യങ്ങളിൽ ഞങ്ങൾ ശബരിമലയിലേക്ക് നടത്തിയ യാത്രകൾ, പത്തനംതിട്ടയിലെ ഞങ്ങൾ നടത്തിയ സംഗമം, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ വലിയ പ്രതിഷേധ മാർച്ച്, അതിനിടയിൽ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അവരെല്ലാം നടത്തിയ വിവിധങ്ങളായിട്ടുള്ള സമരപരിപാടികൾ, ജനകീയമായിട്ട് ആ വിഷയത്തെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ അവതരിപ്പിച്ചു. അതിന്റെ എല്ലാം ഫലമാണ്. അതുപോലെ തന്നെ ബിജെപിയും സിപിഎമ്മും രണ്ടു കൂട്ടരുടെയും കയ്യിലുണ്ടായിരുന്ന നിരവധിയായ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ 2020 റിസൾട്ട് വന്നപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ 200-ലേറെ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് UDFനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കൃത്യമായ കണക്കുണ്ട്. 200-ലേറെ ഗ്രാമപഞ്ചായത്തുകൾ അവർക്കായിരുന്നു ഭൂരിപക്ഷം. ബ്ലോക്ക് പഞ്ചായത്തുകൾ 60 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അവർക്കായിരുന്നു ഭൂരിപക്ഷം. കോർപ്പറേഷൻ നമുക്കറിയാം. കണ്ണൂരൊഴിച്ച് എല്ലാ കോർപ്പറേഷനിലും LDF ആയിരുന്നു ഭരണം. അതുപോലെ ജില്ലാ പഞ്ചായത്ത് മലപ്പുറത്തും വയനാട്ടിൽ നറുക്കെടുപ്പിലും എറണാകുളത്ത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ജില്ലാ പഞ്ചായത്തും LDFനായിരുന്നു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത എല്ലാ തദ്ദേശ സംവിധാനങ്ങളിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. കോർപ്പറേഷനുകളിൽ നേടി, ജില്ലാ പഞ്ചായത്തുകളിൽ നേടി, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേടി, മുനിസിപ്പാലിറ്റികളിൽ നേടി, ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ജനകീയമായ അതിശക്തമായ വിലയിരുത്തലാണ്, വിധിയെഴുത്താണ്. സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ വളരെ തുറന്നു കാട്ടപ്പെട്ട ഒരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്തിന് ജനങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് LDF ഉൾക്കൊള്ളുമോ? പാർലമെന്റ് ഇലക്ഷൻ ഞങ്ങൾ ചോദിച്ചതാണ്. അസംബ്ലി ബൈ ഇലക്ഷനുകൾ ഞങ്ങൾ ചോദിച്ചതാണ്. ഒരു തിരുത്തലും വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ ധാർഷ്ട്യം, ധൂർത്ത്, അഴിമതി, അക്രമം, ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന CPMന്റെ സമീപനം ഇതെല്ലാം ആവർത്തിക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കാരെ, അമ്പല മോഷ്ടാക്കളെ, അമ്പലം വിഴുങ്ങികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുക വഴി അവരുടെ വികൃതമായ മുഖം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ UDFന് സാധിച്ചു. അതിന്റെ കൂടി വിജയമാണ്. ഈ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ അതിന്റെ മുന്നൊരുക്കങ്ങളുമായി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂട്ടായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിലേക്കും മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു. ജനങ്ങൾക്കും സഹപ്രവർത്തകരായ UDFന്റെ പ്രവർത്തകർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ശബരിമല കൊള്ള അതിശക്തമായിട്ട് പ്രചരണ വിഷയമായിരുന്നു. അതോടൊപ്പം തന്നെ UDF സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. വിലക്കയറ്റം, ഞങ്ങൾ അസംബ്ലിക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. കാർഷിക മേഖലയുടെ തകർച്ച നിയമസഭയിലും പുറത്തു ഉന്നയിച്ച കാര്യങ്ങളാണ്. അഴിമതി അത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ്. തീരദേശ മേഖലയുടെ വറുതി പരിഹാരമില്ലാതെ നിൽക്കുന്ന വിഷയങ്ങളാണ്. വന്യമൃഗശല്യം എത്രയോ തവണ നിയമസഭയിൽ സമരം ചെയ്ത് ഉന്നയിച്ച വിഷയമാണ്. UDFന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു മലയോര യാത്രയ്ക്ക് നേതൃത്വം നൽകിയ വിഷയമാണ്. ഇതെല്ലാം ജനകീയ വിഷയങ്ങൾ, ജീവൽ പ്രശ്നങ്ങൾ. ആശാവർക്കർമാരുടെ സമരം 8 മാസം നീണ്ടുന്ന സമരമാണ്. ഇപ്പോൾ ആ സമരം തുടരുകയാണ്. ആ സമരത്തിന് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ പിന്തുണ നൽകിയതാണ്. അതിന്റെ കൂടെയാണ് ശബരിമലയിലെ വൻ കൊള്ള, വൻ കവർച്ച, വൻ മോഷണം, ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണം, അതിന് ഹൈക്കോടതിയുടെ ഇടപെടൽ, അതിന് പോലീസിന്റെ പ്രത്യേക ഒരു പോലീസിന്റെ അന്വേഷണ വിഭാഗത്തെ ഹൈക്കോടതി നിയമിച്ചില്ലായിരുന്നെങ്കിൽ ഇത് വെളിച്ചത്ത് വരും. ഇത്രയെങ്കിലും വെളിച്ചത്ത് വരുമോ? ഇനിയും ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണ്ണം എത്രയാ? എത്ര കോടികളുടെയാ? ആർക്ക് വിറ്റു? എവിടെയുണ്ട്? അത് വീണ്ടെടുക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം ജനങ്ങളെ ഏറെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. ഇതെല്ലാം തുറന്നു കാട്ടുന്നതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വിജയിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് ഇലക്ഷൻ റിസൾട്ട്.